വെച്ചേക്കുന്നുണ്ട്. എന്റെ പുന്നാര മോനാ. രുചിയില്ലാത്തോണ്ടൊന്നും അല്ല ഇത് കഴിക്കാത്തത്. അവന് സമയമില്ല. അവന് എവിടുന്ന് ആ സമയം? ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിനകത്ത് കയറി ഇരുന്ന് അങ്ങ് സമയം കളയും. മാത്രമോ ഒരു ക്രിക്കറ്റും ബാറ്റും ഉണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അവിടെ ഇവിടെ ഇറങ്ങി അങ്ങനെ സമയം കളയും. അച്ഛന് മോനും ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അച്ഛൻ തിന്നതിന്റെ ബാക്കി, മോൻ തിന്നതിന്റെ ബാക്കി, ഈ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന എല്ലാം ഞാൻ തിന്നണം. കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞത് സമയം കിട്ടുമ്പോൾ നീ യോഗ ചെയ്യാൻ. അതെങ്ങനാ? മുട്ടയെ കുത്തി ഒന്ന് വളഞ്ഞു കഴിഞ്ഞാൽ തല ചെന്ന് കയറുന്നത് ചോറും കളത്തിനകത്തോട്ടെ. പിന്നെ എങ്ങനെ പറ്റും? ഒരു സമാധാനം ഇല്ല വീട്ടില്. അച്ഛനും മോനും ഇന്ന് ഈ വീട്ടിലുണ്ട്. എന്തോ പുകിലുണ്ടാക്കുവോ എന്റെ ദൈവമേ, എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ഭഗവാനെ. ഇങ്ങനെ പറഞ്ഞ പോലെ പച്ചക്കറി മേടിക്കാൻ പോയിട്ട് ഇത് എവിടെ പോയി കിടക്കുന്നു? ഓ, ഇത് എവിടായിരുന്നു? രാവിലെ പോയതല്ലേ ഇത്? ഓ, നീ പറയുന്നോലാണോ? വെളിയിൽ എന്തോ വെയിലാന്നറിയാവോ? എന്നാ പിന്നെ തണൽ നോക്കി അങ്ങ് പോവരുതായിരുന്നോ? ആ തണല് തപ്പി നടന്നാ ഞാൻ താമസിച്ചത്. അത് കൊള്ളാം, അത് കൊള്ളാം. എല്ലാം വാങ്ങിച്ചു. പക്ഷെ നീ തന്നെ ഇതിന്റെ ലാസ്റ്റിൽ എഴുതിയേക്കുന്ന സാധനം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ മതിയേ. എന്തോ അത്? 4 നാറിയ വേണോന്ന് എഴുതിയേക്കുന്നു. 4 നാറി വേണോന്നാണോ? നന്നാറി വേണോന്നില്ലേ പറഞ്ഞേ? ചൂടൊക്കെ അല്ലേ ചേട്ടാ, സർബത്ത് അടിച്ച് കുടിക്കാനാ. നല്ലതാ നല്ലത്. നൂഡിൽസ് മേടിച്ചായിരുന്നോ? നൂഡിൽസോ? എന്തിന്? മോൻ കളി കഴിഞ്ഞ് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാനാ. അയ്യാ, നൂഡിൽസ് ഞാനൊരു പുത്തൻ തോർത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന് നൂലൂരി പുഴുങ്ങി കൊടുക്കവന്. നൂഡിൽസ് ആണെന്ന് പറഞ്ഞു വലിച്ചു കേട്ടവൻ. എന്റെ കുഞ്ഞിനോട് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം എന്തുവാ? എനിക്കുണ്ട് ദേഷ്യം അവനോട്. എനിക്കറിയാം നിങ്ങൾക്ക് എന്താ എന്റെ മോനോട് ദേഷ്യം. സർക്കാർ എന്ന് സ്ത്രീധനം നിർത്തലാക്കിയോ അന്ന് മുതൽ സ്വന്തം മോനെ കാണുന്ന നിങ്ങൾക്ക് കയറുവായി. അതൊന്നുമല്ല, ഞാൻ ഇതിനൊക്കെ എതിരാ. എടി, നിന്നെ കെട്ടിയപ്പോ ഞാൻ എന്തുവല്ല മേടിച്ചായിരുന്നോ? ഇല്ല, പക്ഷെ എന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നല്ലപോലെ മേടിച്ച് കെട്ടിയേനെ. അല്ലെങ്കിൽ മറ്റുള്ള പിള്ളേരെ കാണുമ്പോ എന്റെ കുഞ്ഞിനെ നിങ്ങൾ താഴ്ത്തി കെട്ടും. എടി, എങ്ങനെ താഴ്ത്തി കെട്ടാതിരിക്കും? അവന്റെ കൂടെ പഠിക്കുന്ന അഖിലേ ഇപ്പൊ ഞാൻ അവനെ ജംഗ്ഷനിൽ വെച്ച് കണ്ടു. ആ അഖിൽ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചെന്തോന്നറിയോ? ഹൗ ആർ യു അങ്കിൾ, വേർ ആർ യു ഗോയിങ് എന്ന്. അവൻ ഇംഗ്ലീഷ് കേട്ടപ്പോഴേ എന്റെ രോമം നെഞ്ചത്തൂന്ന് എഴുന്നേറ്റങ്ങ് നിന്നു. നീ കാണണമായിരുന്നു. ഇടിയപ്പം ഞെക്കാൻ നേരത്തെ മാവ് ഇങ്ങനെ ബ്രഷോന്നും പറഞ്ഞ് നിൽക്കത്തില്ലേ, അതുപോലെ ആയിരുന്നു എന്റെ ഉടുപ്പിനിടെ കൂടെ രോമം ഇങ്ങനെ നിന്നത്. അപ്പൊ കയ്യിലെയോ? അത് പറയാനില്ലല്ലോ. ഒരുമാതിരി ഡൈനിങ് ടേബിളിന്റെ കാല് പോലെ അടഞ്ഞു വെച്ചേക്കുവാ. എന്തോനാന്നോ ഇത്? അവന് പറഞ്ഞല്ലേ ഉള്ളൂ, എന്റെ കുഞ്ഞിന് നല്ല ഒന്നാന്തരമായിട്ട് എഴുതാനും വായിക്കാനും അറിയാം ഇംഗ്ലീഷ്. അയ്യോ, അറിയാം. അരുണസ് പ്രകാശ് എന്നുള്ള പേര് അരുണാചൽ പ്രദേശ് എന്ന് എഴുതിയവനാണ് നിന്റെ മോൻ. അത് നിങ്ങൾക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട്. അംഗനവാടി പഠിക്കുന്ന കാലം മുതൽ ഓരോ നോട്ടും ഞാനാ അവനെ പഠിപ്പിക്കുന്നത്. സ്കൂളിൽ ചെല്ലുന്ന കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണോ അവനെ ആ സ്കൂളിൽ ചേർക്കണ്ട, നമുക്ക് CBSE വിടാമെന്ന്? CBSE എന്താ കേട്ടിട്ടില്ലയോ? അപ്പൊ അരുണാചൽ പ്രദേശ് വലിയ കുഴപ്പമില്ല കേട്ടോ. എന്തിയാടി ആ ബീഫോ? അവനെ പോത്തൊന്ന് വിളിച്ച് ഞാൻ മടുത്ത്. അങ്ങനൊന്നും എന്റെ കുഞ്ഞിനെ വിളിക്കരുത്. അവസാന സമയത്ത് അവനെ നമുക്ക് കാണത്തുള്ളൂ. അവൻ നമ്മുടെ ക്ലൈമാക്സ് കാണാൻ നിൽക്കുവാന്നോടി അവൻ. അവസാന സമയത്ത് അവനെ നോക്കാൻ കാണത്തുള്ളൂ. എടി, നല്ല സമയത്ത് നോക്കാത്ത അവൻ എങ്ങനെ ആടി അവസാന സമയത്ത് നോക്കുന്നേ? രാവിലെ ഇറങ്ങി കാണുമല്ലോ കുന്തവും കോപ്പും കൊണ്ട്. നാളെ അളിയനും പെങ്ങളും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ അവരുടെ മുമ്പിൽ അങ്ങാണോ എന്റെ കുഞ്ഞിനെ താറ്റിയാലുണ്ടല്ലോ. എടി, ഞാൻ അവനെ വഴക്ക് പറയും. അത് നന്നാവാൻ വേണ്ടിയാണ്. മറ്റുള്ള റൂമിൽ വെച്ച് അവനെ കെട്ടിത്താക്കത്തൊന്നുമില്ല ഞാൻ കേട്ടോ. ഇല്ല, ഞാനേ ഒന്ന് നടു നോക്കട്ടെ. നോക്കാൻ അത് നടുവാന്നോ അതോ കൊടയാണോ? അത് കൊള്ളാടി കിടക്കണ. അണ്ടാ കവറിനകത്ത് 2 സാധനം ഉണ്ട്, അതൊരു എടുത്തടിക്കും. ഇതെന്തുവാ ഇത്? പച്ചക്കറി മൊത്തം കരിഞ്ഞിരിക്കുവാന്നല്ലോ. ആ പച്ചക്കറിക്ക് തീ പിടിച്ച വിലയാടി, അതാ കരിഞ്ഞിരിക്കുന്നത്. ഈ വന്ന കാലത്ത് നമ്മൾ എങ്ങനെ മേടിച്ചോരൊന്ന് കൂട്ടാൻ വെക്കുവെന്നേ? എടി, ആഡംബരച്ചെടി മുറ്റം മൊത്തം വെച്ച് പിടിക്കുമ്പോ ഓർക്കണമായിരുന്നടി 4 മൂട് പച്ചക്കറിയും കൂടെ നടാമായിരുന്നെന്ന്. അദൃശ്യനായിട്ട് നിന്ന് മെസ്സേജ് പറയുന്നത് കേട്ടോ. എന്നെ ഒറ്റയ്ക്ക് ഫ്ലോറിൽ നിന്ന് എന്തെങ്കിലും പറയാൻ സമ്മതിക്കത്തില്ല. അരുങ്കുട്ടോ, മോനെ എവിടായിരുന്നടാ നീ? ഇത്ര നേരം എവിടായിരുന്നു കുഞ്ഞേ? മോനെ യോ, എന്താമ്മേ എവിടായിരുന്നടാ നീ ഇത്ര നേരം? ഞാനവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുവാ? അമ്മ വെച്ചിട്ട് വേറെ കാര്യം നോക്കാം. പോ. കൃഷ്ണമണി എടുത്തിട്ട് ഞാൻ അങ്ങ് വെച്ചു. എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുവാ? ചായ എപ്പ അനത്തി വെച്ചാന്നറിയാവോ? നോക്കത് തണുത്തുറഞ്ഞത് എന്റെ മേളി പാട ചൂടി. ആ പാടെടുത്ത് ചായ ക്ലാസ്സിന് മേളിൽ വെച്ചിട്ട് നമുക്ക് ഗഞ്ചറ അടിച്ച് പഠിക്കും. പോ. മിണ്ടാതെ, അച്ഛനകത്തുണ്ട്. ഇന്ന് പോയില്ലയോ? ഇന്ന് പോവാന്ന് പറഞ്ഞാൽ ഇന്ന് പുള്ളിക്ക് ഓഫാ. അത് കൊള്ളാം. കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാൻ ഒരു ഗ്ലാസ് ബീർ കുടിക്കട്ടെ പറഞ്ഞപ്പോൾ എന്റെ തല അടിച്ച് കീറുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇപ്പോൾ ഓഫായിട്ട് കിടക്കും. അല്ലയോ? കണ്ണു കുടിച്ച് ഓഫായ കാര്യമെന്ന് പറഞ്ഞത്. ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട അവധിയാന്ന്. മോനെ അമ്മ ഒരു കാര്യം പറയാം, മക്കൾ അനുസരിക്കുവോ? ഇന്ന് എവിടെയും പോവരുത്, TV വെക്കരുത്, ഫോൺ കാണരുത്, പാട്ട് കേൾക്കരുത്, നിശബ്ദനായിട്ട് എവിടെയെങ്കിലും മാറിയിരുന്നോണം. അച്ഛൻ ഇഷ്ടമല്ല, അച്ഛൻ ഉറങ്ങാൻ പോവുക. അച്ഛൻ ഉറങ്ങുമല്ലയോ? അല്ല ദുഃഖാചരണം ഒന്നും ആഘോഷിക്കുമല്ലോ. നിന്റെ സർവ്വതം പറഞ്ഞേക്കാം. നിന്റെ ഈ പറഞ്ഞിലേക്ക് മറുപടി ഉണ്ടോ ഇവിടെ? നിന്റെ മാർക്ക്, ആ മാർക്ക് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ സിനിമയെക്കാട്ടി വലിയ വയലൻസ് ഈ വീട്ടിൽ നടക്കും. അമ്മ ഒരു കാര്യം ചെയ്യമ്മ,
ആ മാർക്കിന്റെ കാർഡിനകത്ത് ഒപ്പിടാൻ അമ്മ വന്നാ മതി. മാർക്കിന്റെ കാർഡോ? സ്കൂളിലൊക്കെ മാർക്കിന്റെ കാർഡില്ലേ? ഓ, പ്രോഗ്രസ് കാർഡ്. ടീച്ചർ പറഞ്ഞു ഒരു പ്രോഗ്രസ്സും ഇല്ലാത്ത അതിന് പ്രോഗ്രസ് കാർഡ് എന്ന് വിളിക്കണ്ട, ചുമ്മാ കാർഡെന്ന് പറഞ്ഞാൽ സമയത്ത് പഠിക്കണമായിരുന്നു, അല്ലാതെ ബാറ്റും തട്ടിക്കൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും? അമ്മോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് +2 പോകണ്ടെന്ന്. +2 പോവാതെ മോൻ എന്തോ പോണമായിരുന്നു. പോളിടെക്നിക്. ആ പൊളിക്കാനുള്ള ടെക്നിക്ക് നിന്റെ കയ്യിൽ അങ്ങ് വെച്ചാൽ മതി കേട്ടോ. കേട്ടോ, നാളെ അമ്മാവനൊക്കെ ഇവിടെ വരുന്നുണ്ട്, അമ്മാവനും അപ്പച്ചിയും കൂടെ മുറപ്പെണ്ണും ഉണ്ട്. ആ ആ അമ്മാവൻ ദൂരക്കൂട്ടി എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നീ രാത്രി അപ്പം കൊച്ചിന് മെസ്സേജ് അയക്കൂടാ പാറൂന്. ഞാൻ പെണ്ണെന്ന് മെസ്സേജ് അയക്കുന്നത് അമ്മ ചുമ്മാ തോന്നോളാം നമുക്ക്. ചാവക്കാടിനപ്പുറം പോവല്ലേ മോനെ, കടല നീ മുങ്ങി താഴും. സ്ലാങ് ഞാൻ പറഞ്ഞേക്കാം, പണിയാ തരും കേട്ടോ. പറയണ സത്യം പറയണം, നീ മെസ്സേജ് അയച്ചോടാ. ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോ അവള് പച്ചലൈറ്റ് കിടക്കുന്നുണ്ട്. ഹായ് പാറുന്നു ഞാൻ മെസ്സേജ് വിട്ടു. അവള് പച്ചലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവളങ്ങ് പോയി. നീ ആ പച്ച ട്രാഫിക്കിനകത്ത് കിടന്ന് കറങ്ങത്തതേ ഉള്ളടാ, നീ പഠിക്കാനൊന്നും പോകുന്നവനല്ല നീ. അമ്മച്ചി എന്റെ കല്യാണം. അയ്യോ, നിനക്ക് എന്തിനാണ് ഇപ്പൊ കല്യാണം? കണ്ടവന്റെ പറമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ ഔട്ട് മാർക്കാനാണോടാ നിനക്ക് പെണ്ണ്? അതിനൊന്നുമല്ല, വേറെ കാര്യത്തില്. എന്തിനാടാ നിനക്ക് പെണ്ണ്? റീൽസ് ചെയ്യാൻ വേണ്ടി അവളെ വെച്ച്. എടാ, നിന്റെ അച്ഛൻ നിന്റെ പ്രായത്തില് പഠിച്ച് നല്ല KSRTC ഡ്രൈവറായിട്ട് ജോലി കയറി 1-ാം തരം വീടും വെച്ചു. ഇപ്പോഴും അയാൾ 18 വർഷം കൊണ്ട് വളയം പിടിക്കുക. എന്നിട്ട് ഇതുവരെ നൂത്തില്ലല്ലോ അയാൾ, വളം പിടിച്ചോണ്ടിരിക്കുവല്ലേ. എന്നിട്ടാ എന്നെ കെട്ടിയത്. ആ പ്രായത്തിൽ നീ എന്തോ ഉണ്ടാക്കി? എനിക്ക് 10 ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് മൊത്തം ഞാൻ തിന്ന് തീർക്കും. ഇതിനൊക്കെ ഞാൻ എന്തോ എങ്ങനെ വളർത്തണോ, എന്തിനു വളർത്തണോ? ഇരിക്കല്ല ചുമ്മാ പേനെ വളർത്തിട്ട് എന്നെ പ്രാകാതെ. പേനെ വളർത്തുന്ന ആരെയാണ്? നിന്നെ വളർത്തുന്ന ആരെയാണ് ഞാൻ പറഞ്ഞത്? എനിക്ക് വിശക്ക് നന്നൊരു തരുന്നതാ. ആ അങ്ങനെയാണെങ്കിൽ ആ പൈപ്പിന്റെ ഓട്ടിക്ക് പോയി കൈ ഒന്ന് ബ്ലീച്ചിട്ട് വാ. അത് ബ്ലീച്ചാനോ? അല്ല, മോൻ നല്ലപോലെ തേച്ചരച്ച് കഴുകത്തില്ലല്ലോ. മജീഷ്യന്മാര് കാണുന്ന പോലെ പൈപ്പും തുറന്നു വിട്ടിട്ട് ഇങ്ങനെ ഒരാക്ക പോയി കഴിയിട്ട് വാ. പെട്ടെന്ന് ഓർക്കാക്കോട്ടെ. പറയണ്ട, ഇവിടുത്തെ കാര്യം കൊണ്ട് മനുഷ്യനാണെങ്കിൽ വട്ടം കറങ്ങുക. ഓ, വായിക്കോട്ടേക്ക് താളം ഇട്ടോണ്ട് ഒരാൾ വരുന്നുണ്ട്. ഓ, ഒന്ന് ഉറങ്ങാൻ കിടന്നാ പെണ്ണേ, ചൂട് കാരണം ഉറങ്ങിയില്ല. അതാ ഫാനും കിട്ടാ പോരായിരുന്നോ? ഓ, ഫാനിടാൻ പറ്റത്തില്ലടി, ഫാനിൽ ഒരു പല്ലി ഇരിക്കുമായിരുന്നു. അത് ഫാൻ കറങ്ങുമ്പോഴത്തെ അങ്ങ് പോയേനെ. അങ്ങനെ എന്റെ കറണ്ടിൽ അവൻ കറങ്ങി കിടന്ന് സൂഹിക്കണ്ട. എന്നിട്ട് നാളെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വരാം, അമ്യൂസ്മെന്റ് പാർക്കാന്നും പറഞ്ഞിട്ട്. വേല കയ്യിലിരിക്കട്ടെ അവന്റെ. ചെറുക്കൻ ഇതെവിടെ പോയി? അരുണേ, ചെറിയ പ്രായത്തിലെ ഗ്രിപ്പ് കിട്ടുന്നില്ല. എടാ, ചെറുക്കൻ ചോറ് കഴിക്കാൻ വന്നിരിക്കുക. ദൈവത്തെ ഓർത്ത് തിരുവാ മൊഴിഞ്ഞൊന്നും മിണ്ടിയേക്കല്ല ഞാൻ പറഞ്ഞേക്കാം. പറയുന്നില്ലേ, അമ്മയായി മോനായി നിങ്ങളുടെ പാടായി. ചുരുട് ഇട്ടാ മോനെ ചോറ്. 56 രൂപ 1 കിലോ അരിക്ക്. പയറ് വിടട്ടെ. പയറ് കിലോ 35 ആയി. 50 ഗ്രാം തോരൻ മതി അമ്മ. സാമ്പാർ ഒഴിക്കട്ടെ. 350 രൂപ ഒരു സാമ്പാർ കിറ്റിന്. ചാറ് മതി. വാട്ടർ ബില്ല് അടച്ചിട്ടില്ല. മുട്ട പൊരിച്ചു വേണം മോനെ. ആ മുട്ട പൊരിച്ചു. 12 രൂപയാ നാടൻ മുട്ടയ്ക്ക്. ഇണ്ടാപ്രാണികൾ വരെ ഞെക്കി മുക്കി ഈ വീടിന് വേണ്ടി അധ്വാനിക്കും. അച്ഛനും മോനോട് ഒരു കാര്യം പറയാം. ലൈഫ് കളിയൊക്കെ നല്ലതാ, ഓവറായ ബോറാന്നേ. കണ്ടോ, നിങ്ങളുടെ വർത്തമാനം കേട്ടിട്ടാ ചെറുക്കൻ സങ്കടപ്പെട്ട് താഴെ പോയിരുന്നു വാരി തിന്നുന്നത്. വിഷമിച്ചൊന്നും ഇരിക്കുമല്ല, താഴെ വീണതോടെ വാരി തിന്നാലോ എന്നും പറഞ്ഞു. അമ്മേ, ഒരു ഊണിന് എത്ര പൈസ ഞാൻ തന്നേക്കാം. എന്നാ ഒരു 70 രൂപയുടെ കൂട്ടി വാങ്ങിക്കടി. അതെന്തിനാ? 4 പാലപ്പം മുട്ടക്കറിയും കയറ്റിയായിരുന്നു രാവിലെ. കണ്ടോ, ഞാൻ പറഞ്ഞാന്നൊന്നും മിണ്ടല്ലേന്ന്. നിങ്ങൾ കാരണം എന്റെ കുഞ്ഞാ ചോറിന്റെ അടുത്തിരുന്ന് കരയുന്നത്. എണീറ്റ് കണ്ണു കൊടുക്ക, എണീറ്റ് കുതിരയാടി പോവാ. അത് പെട്ടെന്ന് പൈപ്പിന്റെ ഓട്ടി പോവാനാ കുതിരപ്പുറത്ത് പോയത്. നിങ്ങൾ എന്താ, നിങ്ങളൊരു അച്ഛനാന്നോന്നേ? ഞാൻ അവന്റെ അച്ഛൻ തന്നെ. കണ്ണി എരി പോയപ്പോഴാന്നോ? അയ്യോ, കണ്ണിലവൻ തൂത്തല്ല, വായിക്കൂടെ തിന്നിട്ട് തികഞ്ഞിട്ട് കണ്ണി കൂടെ കുത്തിക്കറ്റാൻ നോക്കിയത്. എന്റെ ദൈവം, ഇങ്ങനെ ഒരു തന്ത ഒരു വീട്ടിലും കാണത്തില്ല. ഞാൻ തന്തയാടി, സംശയം ഉണ്ടോ? വേറൊരു മീശ ഉണ്ടോ? തന്തമാർക്കേ ഉള്ളു മീശ. ആ കൊള്ള, അന്തിച്ചന്തയിൽ ആള് കൂടുന്ന പോലെ പറഞ്ഞേക്കാം. ഒന്നും ഞാൻ പറഞ്ഞേക്കാം. അമ്മ, ഈ പുള്ളിക്കാരൻ എന്തിനാ അമ്മ എന്റെ അച്ഛനാക്കിയത്? ഓ, ഒന്നും പറയണ്ടടാ, ഗ്രൂമർമാര് പറഞ്ഞിട്ട്. കാരണവന്മാര് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത പറ്റുമോ? ഞാൻ നിന്റെ അച്ഛനായത് നിനക്ക് നാണക്കേടാണോ? ഉണ്ട്, നാണക്കേടാ. നാണക്കേടാ എന്റെ അച്ഛനായത്. ഒരു നാണക്കേടോ? എന്തുവാ ഇത്? വിതുമ്പല്. അത് ചെതുമ്പല്. വിതുമ്പല്. നീ എന്റെ മോനെ നാണക്കേടാ ഇവിടുത്തെ. ഓ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫേസ് എക്സ്പ്രഷൻ നോക്കി മാർക്കിടാൻ ഞാൻ ജൂറി ജഡ്ജ് ഒന്നും അല്ല, ഈ വീട്ടിലെ വീട്ടുകാരിയാ. ഞാൻ പറഞ്ഞേക്കാം. നീ പറഞ്ഞോണ്ടല്ലോ നാളെ കെട്ടിരിക്കുക. ഞാൻ എന്താ നാളെ കെട്ടിരിക്കുക? എടാ, നിന്റെ കൂടെ പഠിച്ച അഖിലുണ്ടല്ലോ, അവൻ എന്തോ മിടുക്കനാടാ. നീ വട്ടക്കുളഞ്ഞ് ജംഗ്ഷനിലോട്ട് ഇറങ്ങി നോക്കടാ, കാണാൻ നിനക്ക്. പിന്നെ ജംഗ്ഷൻ ആദ്യമായിട്ട് കാണൂല്ലേ? ഞാൻ ജംഗ്ഷൻ കാണാനല്ല, അവിടെ അവന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് മൊത്തം A+ വാങ്ങിച്ചതിനും. സത്യം പറഞ്ഞല്ലേ, ആ ഫ്ലെക്സിന്റെ അടുത്ത് ചെന്നപ്പോഴേ ഞാൻ നാണം കെട്ടുപോയി. തുണിയില്ലാതിരിക്കുവാ നാണം കെട്ടപ്പോൾ. ഇവനെ ഞാൻ അടിക്കാത്ത എന്തെന്നറിയോ?
നിനക്ക് എന്റെ അച്ഛന്റെ മുഖച്ചായ ഉള്ളോണ്ടാ കേട്ടോടാ. ആന്നോടാന്നോ മുഖച്ചായ ഉണ്ടെന്നേ പറഞ്ഞോളൂ. എന്റെ അച്ഛനതൊന്നുമല്ല പറഞ്ഞു ഞാൻ കേട്ടോ. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കുഞ്ഞിനെയും വേറെയുള്ള പിള്ളേരെയും തമ്മിൽ താരതമ്യം ചെയ്യരുതെന്ന്. ഇല്ല, വേറെ പിള്ളേരുമായിട്ട് താരതമ്യം ചെയ്യുന്നില്ല. എടി 99 വയസ്സുള്ള നാരായണൻ ചേട്ടൻ 10ാം ക്ലാസ്സിന്റെ തത്തുല്യ പരീക്ഷ എഴുതിയ ഫ്ലെക്സും ആ ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടോ 99 നാരായണൻ എന്ന്. അയ്യാ കണ്ണു തുറന്ന് വായിക്കണമായിരുന്നു. 99ാമത്തെ വയസ്സിൽ അങ്ങനെ മരിച്ചതിന്റെ ഫ്ലക്സാ വെച്ചേ. അഭിനന്ദനങ്ങളല്ല, ആദരാഞ്ജലികളാണ് എഴുതി വെച്ചേക്കണോ. ഈ ആദരാഞ്ജലി അഭിനന്ദനങ്ങളും ഒക്കെ ഒറ്റ ലെറ്ററിൽ എഴുതുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആയി പോവാടാ. അച്ഛനോട് നീ എന്തോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ അങ്ങ് അടങ്ങും കുഞ്ഞേ. അമ്മജി നാളെ കൂട്ടുകാരൊക്കെ ടൂറിന് പോവോ, എനിക്കും പോണം. ഈ വാക്കിന് അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ നിന്നെ ചാടിക്കും അങ്ങേരെ. പറ അങ്ങോട്ട്. എന്തുവാ ഞാൻ നേന്ന് വിളിച്ചതാ. അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് ടൂർ കൊടുക്കണമെന്ന്. എന്തോ കൊക്കമ്പിച്ചടി പറയാ. കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോകുന്ന ചെലവിന് കൊടുക്കണമെന്ന്. കൂട്ടുകാർക്കെല്ലാം കൂടെ ചെലവിന് കൊടുക്കണം. ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്ക് വേണം. അതല്ലെന്ന് കുഞ്ഞിന് എന്തേലും കൈമണി കൊടുക്കാനെന്ന്. എവിടാ പോന്നെ? എവിടാടാ പോന്നെ? മൂന്നാറാ പോന്നെ. മൂന്നാർ എന്തോ കാണാൻ പോവാ അവൻ. ഇരിക്കാൻ പറ അവനോട്. മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ. എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് 2 മരമോത്ത കാണുമല്ലേ. നാട്ടിൽ പോയി അവിടെ പോയി എല്ലാ ആൾക്കാരെയൊക്കെ കാണട്ടെ. എന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ? നാട്ടിലങ്ങനെ പോയി നല്ലൊരു മോന്ത കാണും. അവൻ 2 മോന്തയുടെ കാര്യമാണല്ലോ പറഞ്ഞു. ഒരെണ്ണം ഞാൻ ഇപ്പൊ കട്ട് ചെയ്തു. നീ മിടിക്കുക ഇടയ്ക്ക് എന്നിട്ടേ അവൻ പറയുന്നത് എന്നോടും ഞാൻ പറയുന്നത് അവനോടും പറഞ്ഞാൽ മതിയല്ലോ. തീർന്നല്ലോ, പഠിക്കണ്ടല്ലോ, മിടിക്കുക. പൈസ വല്ലതും കൊടുക്കുന്നേ. എത്ര രൂപ വേണം ചൈന്? 2500 രൂപ. 2500 എന്തിനാണ് നിനക്ക് നിറങ്ങാൻ പോകുന്നതിന്? 5000 രൂപ സാലറി വർക്ക് തരും. KSRTC ജോലി ഞാൻ ചത്താലും പറ്റുമെങ്കിൽ ഇന്ന് കൊടുക്ക്. തരാവടി 5000 രൂപ തന്നാ പോരെ? 5000 രൂപ തരുമെന്ന്. 2500 രൂപ ഞാൻ ചോദിച്ചപ്പോൾ 5000 എന്തിനാ? ഞാനാണ് ഇവിടെ തന്നെ നിൽക്കുന്നത്. കമ്മീഷൻ ആയിരിക്കും. ഞങ്ങളുടെ വീട് അന്നത്തെ മാർട്ടിമോണിയുടെ ഓഫീസാണ്. തരും. അവൻ ഇന്ന് തന്നെ വേണമെന്ന് പൈസ. ഇന്ന് തന്നെ വേണമെന്നോ? എടാ വേണമെന്നുണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് പോണോടാ. അവൻ ഇന്ന് തന്നെ വേണമെന്നും. എടാ നീ കഷ്ടപ്പാടെന്തോന്ന് അറിഞ്ഞിട്ടുണ്ടോടാ? എടാ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നിക്കറിട്ടുണ്ടായിരുന്നല്ല ഞാൻ സ്കൂളിൽ പോകുന്നത്. അത് മൂട് കീറിയത്. ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ പുറകിൽ നിന്ന് എന്റെ കൂട്ടുകാർ പറയുമായിരുന്നു, PP പ്രകാശിന്റെ നിക്കറിരുന്ന് ബബിൾക്കച്ച വെക്കുന്നത്. പണ്ടൊക്കെ അവൻ എന്തോ കഷ്ടപ്പാടാ. മഴ പെയ്യുമ്പോഴെന്തുവാ വെള്ളമായിരുന്നു. അതല്ലെന്ന്. എടാ മഴ പെയ്യുമ്പോ ചൂടിക്കൊണ്ടു പോകാൻ ഒരു കുടയുണ്ടോ ഞങ്ങൾക്ക്? ചേമ്പല വെട്ടി അത് തലയ്ക്ക് മുകളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. ഇപ്പോഴും ചേമ്പല കാണുമ്പോൾ ഞാൻ കൊതിക്കും അതിന്റെ ചോട്ടിൽ ചെന്നിരിക്കാൻ. തവളയാണ് നമ്മ നിൽക്കുന്നത്. എന്തോ ആവശ്യമില്ലാത്തൊരു തിരിച്ചിരി. പിന്നെ ഞാൻ കരയുമ്പോ അവൻ തവള കരഞ്ഞു എന്ന് പറയാനൊക്കെ എന്തോയിനാ അച്ഛനെ ഇങ്ങനെ പറയുന്നത്? ചാടരുത്, ഞാൻ പറഞ്ഞേക്കാം. നിന്നോട് സ്നേഹമില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എനിക്കറിയാം നിന്റെ അച്ഛന്റെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. നീ ഒന്ന് വീണ് കഴിഞ്ഞാൽ താങ്ങാൻ അങ്ങേരെ കാണത്തുള്ളൂ. നോക്കുന്നേ, വിളിച്ചു നോക്കങ്ങോട്ട്. എന്റെ കുഞ്ഞു മയങ്ങി വീണ് ഉള്ള വാർത്തതും പൊരിച്ചതും എല്ലാം കൂടെ ഉണ്ടാക്കി കൊടുത്ത് കൊളസ്ട്രോൾ ഏതാണ്ട് കൂടിയതാടിയോ. എന്നിട്ട് വാൻ പറ അവനോട്. ഇയാളെന്നാ പറയുന്നത്? അടിക്കണോടാ നിനക്കെന്നെ അടിക്കണോടാ. അച്ഛനും മോനും കൂടെ വാഴ സിനിമ കണ്ട് അന്ന് മുതൽ അല്ലേ സീൻ അങ്ങ് റീക്രിയേറ്റ് ചെയ്യുക. കണ്ട് ഞാൻ മടുത്തയാണ്. നീ അങ്ങനെ സംസാരിക്കരുത്. ഓ സിനിമ വിട്ട് ഡ്രാമയിലോട്ട് അങ്ങ് കേറി. പിന്നെ കാൽമടക്കി ഒരു അടി അടിക്കാത്ത എന്താണെന്നറിയാവോ? എന്റെ മുണ്ടിന്റെ കര തെറ്റിപ്പോവും. അതുകൊണ്ടാ അടിക്കടാ. നാട്ടുകാരെ കണ്ട് പറയിപ്പിച്ച അടങ്ങും. അവിടെ പോയി മാറ്റിരി. ഞാൻ നിങ്ങൾ ഉണ്ടാക്കി തന്ന വാച്ച് എനിക്ക് വേണ്ട, ഞാൻ പോവോ. കണ്ടോ കണ്ടോ എന്താടി ഈ വാച്ച് പോലായിരുന്നു നമ്മുടെ കുടുംബം. ഇതിലെ മണിക്കൂർ സൂചി നിങ്ങളും, മിനിറ്റ് സൂചി ഞാനും, ഈ തക്കണോന്ന് ഓടിക്കളിക്കുന്ന ഈ കൊച്ചു സൂചി നമ്മുടെ മോനുമായിരുന്നു. ഈ സെക്കൻഡ് സൂചി ഇല്ലാതെ എന്തുവാകും നമ്മുടെ ഈ വാച്ച്? ഏതൊരു കാര്യം മനസ്സിലാക്കണം, സെക്കൻഡ് സൂചി ഇല്ലാതെയും ഇപ്പൊ വാച്ച് ഇറങ്ങുന്നുണ്ടോ കേട്ടോ. നിങ്ങൾ നന്നാവത്തില്ല മനുഷ്യൻ. എങ്ങനെയും പറഞ്ഞു പോയിക്കുമ്പോ നിങ്ങളെ നന്നാവത്തില്ല. നിങ്ങൾ ഞാൻ പോവാം. എവിടെ പോവാ മോനെ? ഞാൻ എങ്ങോട്ടേലും പോവാ. എന്തോ കാര്യത്തിന്? 10-15 കൊല്ലം കഴിയുമ്പോ കാശുകാരനായിട്ട് ഞാൻ തിരിച്ചു വരും. അതെങ്ങനെ? സിനിമയ്ക്കകത്ത് കണ്ടില്ലേ അതുപോലെ. എടാ മൊണ്ണേ, 2.5 മണിക്കൂറുള്ള സിനിമ അല്ലടാ ജനനം മുതൽ മരണം വരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം. കേറിപ്പോടാകത്ത്. ഞാൻ പോകത്തില്ല. ചോറ് വിളമ്പി വെച്ചേക്കുന്ന മോനെ, ചോറ് ശുഭം തീർന്നേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.